ഞാൻ ഒരു സുദീർഘമായൊരു കാലഘട്ടം മരുന്നുകൾ ഉണ്ടാക്കുകയും അത് ടെസ്റ്റ് ചെയ്യും, മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കുകയും ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് അതിൻ്റെ അകത്തുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളത് കഴിക്കാൻ കഴിയുന്നതും മടിക്കും. നമ്മളവിടെ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളും അവിടുത്തെ രീതികളും എല്ലാം നമ്മൾ അനുസരിക്കണം. അപ്പോൾ ഒച്ചയും ബഹളവും ഒന്നും വീടുകളിലൊന്നും അനുവദനീയമല്ല. ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിലും 9 മണി കഴിഞ്ഞ് പിള്ളേർ ഓടി നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴ്ന്ന് മുട്ട് വരും. സാധാരണഗതിയിൽ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒച്ചയും ബഹളവും മറ്റുള്ളവർക്ക് ശല്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ജാഥയും ധർണയും മീറ്റിങ്ങും ഇതൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിലും ഇല്ല. നമ്മുടെ ആളുകൾക്ക് ഉള്ളൊരു ഗുണം ഞാൻ കണ്ടേക്കണത്, ഇപ്പം മുകളിൽ ഈ പാലത്തിൻ്റെ മുകളിലൊരു 4ാം നിലയിലൊരു ഫ്ലാറ്റിലൊരു പ്രായമായൊരു സ്ത്രീ നിൽക്കണ്ടായിരുന്നു. അവരിതെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഇയാളെ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് തോന്നി. ഈ നമ്മുടെ കേരളത്തിൽ കുറേയധികം വാർത്താ ചാനലുകൾ ഉണ്ട്. വാർത്ത മാത്രം നൽകുക, ന്യൂസ് എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ്, സിനിമ, അങ്ങനത്തെ ചാനലുകൾ വേറെ ഉണ്ടാകും. ഈ സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയാണ് ഈ വാർത്താ ചാനലുകൾ ഇതുപോലെ 24 മണിക്കൂറും 7 മണിക്കൂറും ഉണ്ടോ? മനുഷ്യരുടെ സമയം ഇങ്ങനെ വാർത്ത ഇങ്ങനെ കാണിച്ച് ഈ നിരന്തരം നിർഭയം വാർത്തകൾ കാണിച്ച് മനുഷ്യരുടെ സമയം കളയുന്നുണ്ടോ? അതോ അവിടെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ എഡ്യൂക്കേഷണലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടേണ്ട കുറച്ചുകൂടെ വാല്യൂ അഡീഷൻ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന തരത്തിലുള്ള ഔട്ട്പുട്ടുകളാണോ അവിടുത്തെ ഈ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും വാർത്താ ചാനലുകളിൽ നിന്നൊക്കെ മനുഷ്യർക്ക് കിട്ടുന്നത്? ചാനലുകൾ സ്വിസ്സിൽ പ്രധാനമായിട്ട് 2 ചാനലുകളാണ്. 2 അത് സ്റ്റേറ്റ് ഓൺഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്, പ്രൈവറ്റ് അല്ല. SRF എന്നാണ് പറയുന്നത്. അത് SF ഐൻസും 1ഉം 2ആണ്. അപ്പോൾ അതിൽ വാർത്തകൾ മാത്രമല്ല മറ്റ് പ്രോഗ്രാംസും വരും. അല്ലാതെ വാർത്താ ചാനലുകളായിട്ട് മാത്രമായിട്ട് ചാനലുകളില്ല. അത് 2 പ്രധാനമായിട്ട്. പിന്നെ എന്തെങ്കിലും 1-2 ചെറുതും കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ സാധാരണ അവിടുത്തെ ചാനലിൽ ഞാനൊക്കെ ന്യൂസ് മാത്രമേ കാണുകയുള്ളൂ. അവിടുത്തെ ന്യൂസ് വൈകുന്നേരം. സ്ത്രീകളൊക്കെ ചിലപ്പോൾ നമ്മുടെ മലയാളി സ്ത്രീകളൊക്കെ ഭാഷയൊക്കെ വളരെ എക്സ്പെർട്സ് ആയിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഇതുപോലെ സീരിയലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ് കാണും. വാർത്താ ചാനലായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയധികം ചാനലുകളുടെ ബാഹുല്യം ഇല്ല കേട്ടോ. അതിപ്പോൾ സ്വിസ്സിലില്ല, ജർമ്മനിയിലില്ല. ജർമ്മനിയിൽ ഇത്തിരി ശകലം കൂടി കൂടുതലുണ്ട്, എന്നാലും ഇത്രയൊന്നുമില്ല. ഓസ്ട്രേലിയയിലില്ല, ഇറ്റലിയിലില്ല, ഫ്രാൻസിലില്ല. ഇത് 4 ചുറ്റുമുള്ള രാജ്യങ്ങൾ. വാർത്താ ചാനൽ മാത്രമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ BBC-യും CNN-ഒക്കെ നമുക്ക് കിട്ടും. അതിപ്പോൾ ഇംഗ്ലീഷ് അറിയണവർക്ക്. സ്വിസ്സുകാർ കൂടുതലത് നോക്കില്ലല്ലോ. അവിടുത്തെ സ്കൂളുകളിൽ എത്ര ഭാഷ പഠിക്കണം? ഇവിടെ നമുക്ക് 3 ഭാഷ സ്കൂളിൽ പോകുന്ന പിള്ളേരെല്ലാവരും പഠിക്കണം. അങ്ങനെ ഈ ഭാഷ പഠിച്ച് കുറേ സമയം കളയണം എന്നുള്ളൊരു കാര്യമുണ്ട്. അതെ. അവിടെ എത്ര ഭാഷ പഠിക്കണം പിള്ളേർ? ഭാഷ ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ജർമ്മനാണ് മീഡിയം. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഫ്രഞ്ച് അറിയാൻ പറ്റും. ഫ്രഞ്ച് അതിൻ്റെ എന്തായാലും 1-ൽ കൂടുതൽ ഭാഷ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ അത് ഫ്രഞ്ച് അല്ലെങ്കിൽ ഇറ്റാലിയൻ ആയിരിക്കും. ഇപ്പോഴൊക്കെ ഇംഗ്ലീഷ്. അന്ന് നേരത്തെ ഒന്നും 40-45 വർഷം മുമ്പൊക്കെ നമ്മൾ പല ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ചെറുപ്പക്കാർ വല്ലതും തപ്പി തുടങ്ങി വല്ലതും പറഞ്ഞെങ്കിലും എന്നായിരുന്നു മാത്രം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ ക്ലാസ്സുകൾ എനിക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവില്ല. ഇംഗ്ലീഷ് നമുക്ക് പഠിപ്പിക്കേണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മീഡിയം ജർമ്മനാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് ആയിരിക്കും. ഫ്രഞ്ച് സ്പീക്കിംഗ് ഏരിയ ആണെങ്കിൽ ഇപ്പോൾ ജനീവ ഇതിനൊക്കെ അടുത്തുള്ള സ്ഥലമാണെങ്കിൽ ഫ്രഞ്ച് ആയിരിക്കും. ലുഗാനോ, ടെസ്സിൻ എന്നൊക്കെ പറഞ്ഞ് ഇറ്റലിയോട് ചേർന്നൊക്കെ ഭാഗം അവിടെ ഇറ്റാലിയൻ ആയിരിക്കും. പക്ഷേ ഈവൻ ദെൻ ജർമ്മനും ഫ്രഞ്ചും ഒക്കെ അവിടെ അവർ പഠിപ്പിക്കണം. കാരണം എല്ലാ സ്ഥലത്തും എഴുതി വെച്ചേക്കണത് പൊതുവേ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് ഉണ്ടാവും. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഈ 3 ഭാഷയാണ് എഴുതി വയ്ക്കണം. ഈ വത്തിക്കാൻ്റെ, അതായത് ഒരു കാത്തലിക് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, അതുപോലെ വേറെ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാണ്. അവിടുത്തെ സ്വിസ് ഗാർഡുകളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിസ് ഗാർഡ് സ്വിറ്റ്സർലൻഡ് ആയിരിക്കുമല്ലോ അത് കൊടുക്കുന്നത്. അതേസമയം ന്യൂട്രൽ രാജ്യമാണെന്നും പറയുന്നു സ്വിറ്റ്സർലൻഡിനെ.
ന്യൂട്രലാണെങ്കിലും മതപരമായിട്ടുള്ള ന്യൂട്രാലിറ്റിയും വേണമല്ലോ. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി മാത്രം പോരല്ലോ, എല്ലാ വിധത്തിലുള്ള ന്യൂട്രാലിറ്റി. പക്ഷേ വത്തിക്കാൻ എന്തുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ഈ പ്രൊട്ടക്ഷൻ സ്വിസ് ഗാർഡുകളെ നൽകുന്നു? അതെ, ഈ ന്യൂട്രൽ കൺട്രി ആണെന്ന് പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങളിലും ഈ മതപരമായിട്ടുള്ള രാഷ്ട്രീയം പോലെ തന്നെ മതപരമായിട്ടുള്ള ഒരു എന്താ പറയുക അതിപ്രസരമില്ല. രണ്ട് പ്രധാന മതങ്ങളാണുള്ളത്. ഒന്ന് കാത്തലിക് കണ്ടോൺസ്, പ്രവിശ്യകൾ തന്നെ എൻ്റെ എന്താ പറയുക ഭൂരിപക്ഷം ഏതാണെന്ന് നോക്കിയിട്ട് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ഒന്ന് റെഫർമേറ്റ്സ് എന്ന് പറയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റൻസ് ആണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ്. അതിൽ തന്നെ കാത്തലിക് ഇതിനേക്കാളും ശകലം കൂടുതൽ റെഫർമേറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു, പ്രൊട്ടസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. അത് പക്ഷേ അതിപ്പോൾ പള്ളിക്കൊക്കെ ഇത് കൊടുക്കുന്നത് അവരുടെ അച്ഛന്മാർക്കൊക്കെ വളരെ ഹൈലി പെയ്ഡാണ്, പള്ളിയിലെ അച്ഛന്മാർക്ക്. അപ്പോൾ അത് എനിക്ക് സ്റ്റേറ്റാണ് അത് പേ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ദേവസ്വം ബോർഡൊക്കെ പോലെ തന്നെ ഈ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഒന്നും അവർ ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു മുസ്ലിങ്ങൾ കുറേ പേരുണ്ട്, അപ്പോൾ അവർ നിങ്ങൾ ക്രിസ്ത്യൻ ഇത് പഠിച്ചോളണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കില്ല. ഈ സ്വിസ് ഗാർഡ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഞാൻ റോമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിസ് ഗാർഡ്സ് ഞാൻ ഫോട്ടോയും എടുത്തത് ഇങ്ങനെ എപ്പോഴും കാണാം, ഒരു കുന്തം പോലത്തെ ഒരു സാധനമൊക്കെ പിടിച്ച് അവരാണ്. വത്തിക്കാൻ പോലീസുണ്ട്, കുതിര പോലീസൊക്കെ ഉണ്ട്. ചെറിയ സ്റ്റേറ്റല്ലേ, 100-300 ഏക്കർ മറ്റോളം. അപ്പോൾ ഈ മാർപ്പാപ്പയുടെയും ഇതിൻ്റെയും ഒക്കെ ഗാർഡ് ചെയ്യണത് സ്വിസ് ഗാർഡ്സാണ്. അവരുടെ പ്രത്യേക യൂണിഫോമാണ്, ഒരു മഞ്ഞയും കറുപ്പ് ലൈനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ ഇങ്ങനെ അവിടെ പള്ളിയുടെ മുമ്പിൽ, ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലും അവിടെ ഇവിടെയൊക്കെ ഓരോ പോസ്റ്റിലും അവർ നിൽക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകളായിട്ട് സ്വിസ് പോപ്പിന് കൊടുത്തേക്കണ ഒരു ഓണർ ചെയ്യാൻ വേണ്ടി ചെയ്യണ ഒരു കാര്യമാണ്. അവരവിടെ അത് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഇത്രയും അടുത്താണെങ്കിൽ കൂടി പാർട്ടീഷനുണ്ട്. നമുക്ക് അവരെ കാണാം, ആളുകൾ അവരെ കാണും. നമ്മൾ പള്ളിയിലോട്ട് കയറും, വേറെയും ചില സ്ഥലങ്ങളിൽ അവർ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാവും അവിടെ, അതിൻ്റെ അടിയിൽ അവരവിടെ നിൽക്കും. നമ്മൾ നോക്കുകയും ചെയ്യില്ല, നമ്മൾ ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പം അത് പോപ്പിന് ഒരു ഓണർ ചെയ്തുകൊണ്ട് കൊടുക്കണം, അല്ലാതെ അതിനകത്തൊരു മതപരമായിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ. ഈ സ്വിറ്റ്സർലൻഡ് പൊല്യൂഷന് വളരെ എഗെയിൻസ്റ്റായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പം സൂറിച്ചിലാണേലും ആ സിറ്റിയുടെ നടുക്കോടെയുള്ള പുഴയൊക്കെ ആണെങ്കിലും വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, നല്ല സ്പാർക്ലിംഗ് ആയിട്ട് ആണ് അതിലെ ഒഴുകുന്നത്. വന്ന് കണ്ടിട്ടുള്ള ആളാണ് അല്ലേ? അതെ. അപ്പോൾ ഞാനത് സൂക്ഷിച്ച് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഒരു സിറ്റിയുടെ നടുക്കോടെ നമ്മുടെ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ കേരളം പോലെ തന്നെ കുറേ പുഴകളും തടാകങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു പൊല്യൂഷനും ഇല്ലാതെ. അതേസമയം കുറേയധികം ഇൻഡസ്ട്രീസ്, ഈ ജുവലറി ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ്, ചോക്ലേറ്റ് ഭക്ഷ്യ സംസ്കരണ മേഖലയിലും അല്ലാത്തതൊക്കെ വാച്ച് ഉണ്ടാക്കുന്ന പ്രിസിഷൻ എഞ്ചിനീയറിങ്, അതിലൊക്കെ ഇൻഡസ്ട്രീസ് കുറേയധികം ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാകും എന്നൊക്കെ ഉള്ളൊരു ജസ്റ്റിഫിക്കേഷൻ നമ്മൾ നൽകാറുണ്ടല്ലോ. പക്ഷേ അവിടെ എവരിത്തിങ് ഈസ്. അതുപോലെ സൗണ്ട് പൊല്യൂഷൻ അവിടെ എങ്ങനെയാണ്? അതായത് നമ്മുടെ ഇവിടെ പള്ളിയിൽ നിന്നാണെങ്കിൽ രാവിലെ കുറേ പാട്ട് വയ്ക്കും, അതിലൊക്കെ ചുറ്റുപാടുള്ള എല്ലാവരും കേൾപ്പിക്കും. സൺഡേ ആണേലും ഈ കുർബാനയാണേലും ഉച്ചഭാഷണിൽ കൂടെ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കുക. മുസ്ലിം പള്ളികൾ മദ്രസകളിൽ നിന്നാണേലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഇങ്ങനെ അവരുടെ പ്രാർത്ഥന, ബാങ്ക് വിളി എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഉച്ചഭാഷണി വെച്ചിട്ട് എല്ലാവരും കേൾപ്പിക്കും. ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നിങ്ങനെ കേൾപ്പിക്കുന്നു. അപ്പോൾ അവിടെ മുസ്ലിംസും ക്രിസ്ത്യൻസും ആണല്ലോ കൂടുതലുള്ളത്. അതുകൊണ്ട് അവിടെ അങ്ങനെ ഈ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടോ? ഇങ്ങനെ ഈ മുസ്ലിംസ് അവിടെയുള്ളവരല്ല. മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ ടർക്കി അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നേക്കണവരാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ അവിടെ ചെന്നേക്കണ പോലെ വന്നേക്കണവരാണ്. അവിടെ ഒറിജിനലി മുസ്ലിംസ് അങ്ങനെയില്ല, അവിടെ ഉള്ളത് ക്രിസ്ത്യൻസാണ്. ഇറ്റ്സ് എ ക്രിസ്ത്യൻ കൺട്രി. പിന്നെ ജ്യൂസ് ഉണ്ട് കുറച്ച്. ഇപ്പം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പം ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അവർക്ക് അവിടെ
ചെയ്യാനൊക്കെ അവർ അനുവാദം ഉണ്ടാക്കാനൊക്കെ ചോദിച്ചിട്ടൊന്നും സ്വിസ് സമ്മതിച്ചിട്ടില്ല. അല്ലെ മുസ്ലിം പള്ളിയില്ല, പാങ്കുവിളി ഒന്നും അനുവദിച്ചിട്ടില്ല. അതൊന്നും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ധരിച്ചേക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. പല സ്ഥലത്തും ഇപ്പോൾ ഫ്രാൻസിലോ മറ്റ് രാജ്യങ്ങളിൽ ഈ ഇങ്ങനെയുള്ള പർദ്ദ അല്ലെങ്കിൽ മുസ്ലിം പള്ളി ഇങ്ങനെയുള്ള ഇതൊന്നും അവരെല്ലാം അവർ റെഫ്യൂസ് ചെയ്തേക്കാണ്. അതൊക്കെ ചെയ്യാനുള്ള അനുവാദം അവർ റെഫ്യൂസ് ചെയ്തേക്കാണ്. സ്വിസ് പ്രധാനമായിട്ടും ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. മുസ്ലിംസ് മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് വന്നേക്കണവരാണ്. അപ്പോൾ അത് അവരുടെ വരും തലമുറകൾ അവിടെ സിറ്റിസൻസായി അങ്ങനെ ഇത് കൂടുതലും ടർക്കിയിൽ നിന്നാണ്. ടർക്കി അത് സ്വിസിനേക്കാൾ കൂടുതൽ ജർമ്മനിയിലുണ്ട്. 1-2 വർഷം മുമ്പ് ബെർലിനിലെ ഒരു വലിയൊരു പ്രകടനം നടത്തി. മുഴുവൻ മുസ്ലിംസാണ്. അവിടെ ഒരുപാട് മുസ്ലിംസ് അതൊക്കെ ഇങ്ങനെ വന്നതാണ്. അല്ലാതെ ഒറിജിനലി അവിടെയും ഇതുപോലെ ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. പിന്നെ ഇപ്പോൾ കുറേ പേര് മതം ഇല്ലാത്തവരുണ്ട്. നേരത്തെ ക്രിസ്ത്യാനികളൊക്കെ ആയിരുന്നവർ പലരും മതവിശ്വാസത്തിലൊക്കെ വലിയ താല്പര്യമില്ലാതെ മതം ഇല്ലാതെ വയ്ക്കണ കുറച്ച് പേരുണ്ട്. അങ്ങനെയും കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവരുടെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളും അവിടുത്തെ രീതികളും എല്ലാം നമ്മൾ അനുസരിക്കണം. ഇപ്പോൾ സാധാരണഗതിയിൽ കടകളൊക്കെ 6:30 മണിക്കാണ് അടച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും പല കടകളും 6:30 അടയ്ക്കും. മിക്കവാറും കടകളൊക്കെ അടയ്ക്കും. വലിയ ഷോപ്പിംഗ് സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ 8 മണി വരെയൊക്കെ ഉണ്ടാവും. ചുരുക്കം വളരെ അപൂർവമായിട്ട് 9 മണി വരെ എന്നുള്ളതാണ്. പക്ഷേ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ ആരും റോഡിൽ ഒച്ച ഉണ്ടാക്കുക അല്ലെങ്കിൽ റോഡുകളിലൊന്നും ഒച്ചയും വെള്ളമടിച്ച് വെള്ളം ഉണ്ടാക്കുക പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒച്ചയും ബഹളവും ഒന്നും വീടുകളിലൊന്നും അനുവദനീയമല്ല. ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ 9 മണി കഴിഞ്ഞ് പിള്ളേർ ഓടി നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴ്ന്ന് മുട്ട് വരും. അതുപോലെ കുളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ. ഒക്കെ നമ്മൾ കുളിച്ച് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യണം. വേസ്റ്റൊക്കെ കൊണ്ടുപോയി നമ്മൾ വേസ്റ്റ് ഇടേണ്ട സ്ഥലത്ത് എൻ്റെ കണ്ടെയ്നറിൽ കൊണ്ടിടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പൊതുവേ. അങ്ങനെ അവിടുത്തെ പൊതുവേ അതൊന്നും ചെയ്യില്ല. ഒച്ച ഉണ്ടാകാൻ പാടില്ല. കാരണം അവിടെ പല ആളുകളും 8 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം പിടിക്കും. പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ 7 മണി 8 മണിക്ക് ഉറക്കം പിടിക്കും. അപ്പം നമുക്കത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത വിധത്തിൽ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ആരും ചെയ്യില്ല അങ്ങനെ ആരും. പിന്നെ ഇപ്പം നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഈ ഫുട്ബോളൊക്കെ കളി നടക്കുമ്പോൾ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ എന്നാലും ഇവിടുത്തെ പോലെയൊന്നും രാത്രി പാതിരാത്രിക്ക് ഒച്ചപ്പാടുണ്ടാക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. പിന്നെയും ചെറുപ്പക്കാർ വെള്ളിയാഴ്ച വൈകുന്നേരം ഔട്ടിങ്ങിനൊക്കെ പോവും. അത് കഴിഞ്ഞാൽ പിള്ളേർ ഇച്ചിരി എന്താ പറയുക ബിയറും വൈന ഇതൊക്കെ കുടിച്ച് ഇത്തിരി ഒച്ചത്തിൽ വർത്താനം പറഞ്ഞൊക്കെ പോവാം. കാര്യം അത്ര കയറിയില്ല. പക്ഷേ സാധാരണഗതിയിൽ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒച്ചയും ബഹളവും മറ്റുള്ളവർക്ക് ശല്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ജാഥയും ധർണയും മീറ്റിങ്ങും ഇതൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിലും ഇല്ല. ആകെ ഒരു പ്രൊസഷൻ നമ്മൾ ഒരു ചെറിയ ജാഥ കാണുന്നതും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. മെയ് 1 ലോക തൊഴിലാളി ദിനം. അന്നൊരു കുറച്ച് പേര് ചിലപ്പോൾ ആ ടൗണിൽ ഒരു ചെറിയൊരു ജാഥ പോലെ ചിലപ്പോൾ നടത്താറുണ്ട്. അതെപ്പോഴും ഇല്ല. വേറെ ഒരു ജാഥയിലും ഒന്നുമില്ല, യാതൊന്നുമില്ല. ഒരു ശല്യം ഒരാൾക്കും ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കിയാൽ ഒരു ശല്യം വന്നു കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കും. ഒരാൾ ചെയ്യില്ല. ഓക്കെ. ഈ ഫുട്ബോളിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ വളരെ ചെറിയ ചില ആഫ്രിക്കയിൽ നിന്നോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ ഉള്ള രാജ്യങ്ങൾ വരെ ഫിഫയിൽ അവരുടെ ടീം ചിലരൊക്കെ നമ്മുടെ ഈ വലിയ രാജ്യങ്ങളെ ഫുട്ബോളിൻ്റെ വലിയ രാജ്യങ്ങളെ തന്നെ വിരട്ടുന്ന ചില മാച്ചുകളിൽ വിരട്ടുന്ന പേടിപ്പിക്കുന്ന അത്ര നന്നായിട്ട് കളിക്കുന്ന വേൾഡ് കപ്പ് ടീംസും വരുന്നു. എന്തുകൊണ്ടാണ് നമുക്കിവിടെ കേരളം വലിയ സ്പോർട്സ് ഭയങ്കരമായിട്ട് പണ്ടൊക്കെ നമുക്കിവിടെ കുറേ അത്ലറ്റിക്സിലൊക്കെ കുറേ വലിയ വലിയ ആൾക്കാരുണ്ട്. നമുക്കും ഇവിടെ ചില ഫുട്ബോളേഴ്സ് നമുക്കിവിടെ ഉണ്ട്. ഫുട്ബോളിൻ്റെ ലഹരി ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. മലപ്പുറത്തുമൊക്കെ ക്ലബ്ബുകളിലും പലയിടത്തും റോഡുകളിൽ ഇപ്പം അതിൻ്റെ പടങ്ങളൊക്കെ കാണാം. നമുക്കെന്തുകൊണ്ടാണ് ഇത്രയും റിസോഴ്സസ് ഉണ്ടെങ്കിലും ഒരു ടീമിനെ ഫിഫയ്ക്ക് അയക്കാൻ പറ്റാത്തത്? അതിലിപ്പോൾ അതിൻ്റെ സൂചന എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ കാബോ
വെർദോ എന്നാണ്, കാബ വെർദോ, അതെ, അല്ലെങ്കിൽ മൊറോക്കോ, പരാഗ്വ, അൽജിയേഴ്സ്, ചെറിയ ചെറിയ രാജ്യങ്ങൾ. എന്നാൽ അവരൊക്കെ പല ഫിഫ ടൂർണമെൻറ്റുകളിലും അവർ ലോകകപ്പിലൊക്കെ അവർ കളിക്കുന്നുണ്ട്. നമ്മൾ ഈ 140 പ്ലസ് കോടിയുള്ള ആളുകളിൽ നമ്മൾ ഇതേവരെ ഈ അടുത്ത് നമ്മൾ കളിച്ചിട്ടില്ലെന്ന് തോന്നല്ലേ, ലോകകപ്പിൽ കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുള്ളതായിട്ട് അറിവില്ല. അതിന് കാരണം അവരതിന് വേണ്ടിയിട്ട് പണം മുടക്കുകയും കൺസിസ്റ്റൻ്റായിട്ട് ട്രെയിനിങ് കൊടുക്കും, അതിന് വേണ്ടി തന്നെ ട്രെയിൻ ചെയ്യും. നമ്മൾ ആ ടൂർണമെൻ്റ് എടുക്കുമ്പോഴാണ് കളി തുടങ്ങണേ. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല ഇതിന്. പിന്നെ ഇതിനകത്തൊരു ഫിനാൻഷ്യൽ സൈഡും ഉണ്ട്. അവരെ സംബന്ധിച്ചോളം പണത്തിന് അങ്ങനെ പണം മുടക്കാൻ ഒരുപാട് സ്റ്റേഡിയങ്ങളുണ്ട്, ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ എല്ലായിടത്തും. രാത്രി ഫ്ലഡ് ലൈറ്റൊക്കെ ഇട്ട് ഒരു ചെറിയ എല്ലാം ഗ്രാമങ്ങളെന്ന് പറയാനില്ല, എല്ലാം ടൗണും ചെറിയ ടൗണുകൾ തന്നെയാണ്. അപ്പോൾ 3-4 സ്റ്റേഡിയങ്ങളെങ്കിലും ചുരുങ്ങിയതുണ്ടാവും. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും ട്രെയിൻ ചെയ്ത് അവർ പിന്നീട് വലുതാവുമ്പോഴും അവർ കളി ഇത് ചെയ്യും. അപ്പം അതിൽ നിന്നാണ് അവർ ടീമിനെ വാർത്തെടുക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ പറ്റണതല്ല. അതിന് കോൺസ്റ്റൻ്റായിട്ട് അതിന് പണം മുടക്കുകയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യണം. അത് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ആരംഭശൂരത്തുണ്ടാവും, പിന്നെ ടൂർണമെൻ്റ് അടുക്കുമ്പോൾ കളിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ. ഇങ്ങനെയൊക്കെ ഇത് ചെയ്തുകൊണ്ട് കാര്യം. ഇപ്പോൾ ചെറിയ ഈ കാബ വെർദോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണതാണ്. അവരൊക്കെ അതിൽ വന്ന് കളിക്കാനായിട്ട് അർഹത നേടി. അതുപോലെ പരാഗ്വയൊക്കെ നേരത്തെയും നല്ല ടീമാണെന്ന് തോന്നുന്നു. അല്ല, അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇപ്പോൾ സ്വിസ് തന്നെ ഇടയ്ക്ക് കളിക്കും, പക്ഷേ നോക്കൗട്ടിലൊന്നും എത്താറില്ലെന്ന് എനിക്ക് തോന്നുന്നു സ്വിസിൻ്റെ ടീം. ജർമ്മനി നല്ല ടീമാണ്. ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ഇതൊക്കെ അവർക്ക് ഇതായിട്ടേ കോൺസ്റ്റൻ്റായിട്ടുള്ള കണ്ടിന്യൂസ് ട്രെയിനിങ്ങാണ്. അത് വേറൊന്നുമില്ല, ട്രെയിനിങ്ങിന് നമുക്ക് സാധിക്കും. അതിനതൊക്കെ കളിക്കാർക്ക് അതിനതൊക്കെ നല്ല ഭക്ഷണവും നല്ല ട്രെയിനിങ്ങും സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരതിൽ പിടിച്ചു നിർത്തണം. അതിന് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലോണമുണ്ട്. അത് വേണം, എന്നാലേ സാധിക്കുള്ളൂ. ഈ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം, മനുഷ്യരുടെ ഗുണം, സ്വഭാവവിശേഷം, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ എന്തെങ്കിലും ഒരു ഗുണം, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഒരു കാര്യം, അത് സ്വിറ്റ്സർലൻഡ് കണ്ടുപഠിക്കണം എന്ന് പറയാൻ എന്തെങ്കിലും കാര്യം കേരളത്തിനുണ്ടോ? നമ്മുടെ ആളുകൾക്ക് ഉള്ളൊരു ഗുണം ഞാൻ കണ്ടേക്കണത് പരസ്പരം സഹായിക്കുന്നതിൽ. എവിടെയെങ്കിലും ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നമ്മുടെ ആളുകൾ പൊതുവെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല, പക്ഷേ അതിനവർക്ക് വേറെ രീതിയാണ്. ഇപ്പം ഞാനവിടെ ചെന്ന കാലത്ത് എനിക്ക് ഭാഷയൊന്നും ഒട്ടും തന്നെ, ഇപ്പോഴും വലിയ എക്സ്പെർട്ടൊന്നും അല്ലട്ടോ ഞാൻ. അപ്പോൾ ഭാഷയൊക്കെ പഠിച്ചു തന്നെ ഉള്ളൂ, ജോലിയൊന്നും ആയിട്ടില്ല. അപ്പം നടക്കാനിറങ്ങിയപ്പോൾ ഒരാൾ അപസ്മാരം വന്നിട്ട് ഒരു പാലം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള പാലം, വലിയ ഫുട്പാത്താണ്, ഒരു കാറിന് പോകാവുന്ന വലിപ്പമുണ്ട്. പുള്ളി അവിടെ അപസ്മാരം വന്നിട്ട് ഇങ്ങനെ വീണു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യക്കാരനാണല്ലോ, നമുക്ക് സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ കുറച്ച് കൂടുതലല്ല. ഞാൻ വേഗം ചെന്ന് ഇയാളെ എന്തെങ്കിലും നമ്മളെ കഴിയുന്ന സഹായം ചെയ്യാനായിട്ട് നോക്കി കഴിയുമ്പോൾ ഒരു മനുഷ്യനില്ല. റോഡിൽ പൊതുവെ ആളുകൾ കുറവായിരിക്കും, കാരണം ജനസംഖ്യ കുറവായതുകൊണ്ട് ഇവിടുത്തെ പോലെ എപ്പോഴും ആളുകൾ വരുമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചുറ്റിനും നോക്കി ഇങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്താണെന്ന്. എനിക്ക് പെട്ടെന്ന് ഞാനും അപ്സെറ്റായി. അപ്പം മുകളിൽ ഈ പാലത്തിൻ്റെ മുകളിലൊരു 4ാം നിലയിലൊരു ഫ്ലാറ്റിലൊരു പ്രായമായ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിതെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഇയാളെ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് തോന്നി. അപ്പോൾ അവരെന്നോട് കൈ കൊണ്ട് കാണിച്ചു, ഒന്നും ചെയ്യണ്ട. അവർ നേരെ അകത്ത് പോയി ആംബുലൻസ് വിളിച്ചു. ഒരു 3 മിനിറ്റിൽ, കാരണം ഒരു 1.5 കിലോമീറ്റർ ആയാലെന്നാണ് വരണേ ഹോസ്പിറ്റലിൽ. അവർ വന്നു, അവർ വേണ്ട ഇതെല്ലാം കൊടുത്തു. അപ്പോഴത്തേക്ക് ഇയാളുടെ ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഹെൽപ്പ് അങ്ങനെ കാര്യമായിട്ട് ആവശ്യമില്ല, എല്ലാം വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും.
അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് കുറേയും കൂടി നമ്മുടെ ആളുകൾ സഹായ മനസ്ഥിതിയുള്ളവരാണ് അവരെ അപേക്ഷിച്ച്. ഈ കുറേ കാലം ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന ഫാർമ കമ്പനിയിലാണല്ലോ അവിടെ ജോലി ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു മനുഷ്യരുടെ ഒരു ഓവറോൾ ആരോഗ്യസ്ഥിതിയും കേരളത്തിലെ മനുഷ്യരുടെ ഒരു ഓവറോൾ ആരോഗ്യസ്ഥിതിയും ഈ മരുന്നുകളുടെ അമിത ഉപയോഗം കേരളത്തിലുണ്ടോ, അതോ അവിടെ എങ്ങനെയാണ് ഈ മരുന്നുകളുടെ ഉപയോഗം? ഇപ്പോൾ കേരളത്തിലിങ്ങനെ ഈ മെഡിക്കൽ ഷോപ്പുകൾ എല്ലായിടത്തും കുറേയധികം കൂടിയ ഒരു കാര്യമുണ്ട്. ഒരു 25 വർഷം മുമ്പ് ഇത്രയും മെഡിക്കൽ ഷോപ്പുകൾ ഇല്ലായിരുന്നു, ഇത്രയും സ്പെഷ്യാലിറ്റി ആശുപത്രികളും കേരളത്തിലില്ലായിരുന്നു. അപ്പോൾ ഈ ആശുപത്രികളും മെഡിക്കൽ ഷോപ്പുകളും മനുഷ്യരുടെ കൂടുതൽ ഈ ഫാർമ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടെ ആണല്ലോ. അപ്പം സ്വിസ്സിൽ എങ്ങനെയാണ് ഈ മരുന്നുകളുടെ ഉപയോഗം? മരുന്നുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പനി അല്ലെങ്കിൽ അതുപോലെ ചെറിയ അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഈ ഫാർമസി ഉണ്ടല്ലോ, അപ്പോത്തിക്ക് എന്ന് പറയും, അപ്പോത്തി അവിടെ ചെന്നിട്ട് നമ്മൾ പറഞ്ഞാൽ അവരും പഠിച്ചിട്ടുള്ളവരാണ് ഫാർമസിസ്റ്റുകളും. അവരോട് പറഞ്ഞ ചുമ ഇങ്ങനെയൊക്കെ ഉള്ളതിന് അതിനുള്ള മരുന്ന് അവർ തരും. അപ്പോൾ അതിൽ ലീഫ്ലെറ്റിൽ എഴുതിയിട്ടുണ്ട് നമ്മളിത് വായിക്കണം ആദ്യം, എന്നിട്ടേ കഴിക്കാവൂ. അതിലെല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഹൗസ് ഡോക്ടർ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ട് ഈ ഡോക്ടറായിട്ടാണ്. അപ്പോൾ അവർ അത്യാവശ്യം അതിൻ്റെ മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഡോളൊക്കെ പോലെ ഇത് അല്ലെങ്കിൽ പനിക്കുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനുള്ള മരുന്ന് അവർ തരും. അപ്പോൾ അതിന് നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം ചെല്ലാൻ, ഓടിച്ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഓടിച്ചെല്ലാൻ പറ്റാത്തതാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ദിവസം 4 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൗസ് ഡോക്ടർ ഉണ്ടാവില്ല. അവരുടെ ജോലി അവർ 8 മണിക്ക് തുടങ്ങണം രാവിലെ, വൈകുന്നേരം ആകുമ്പോൾ അവർ പോകും. അപ്പോൾ പിന്നെ നമുക്ക് എമർജൻസി ആയിട്ട് ഇത് ചെയ്യാവുന്ന ഡോക്ടർ ഉണ്ടാവും. എമർജൻസി കേസാണെങ്കിൽ ഹോസ്പിറ്റലും വേണമെങ്കിൽ പോവാം എമർജൻസിയാണ്. അപ്പോൾ അവർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. പക്ഷേ ചെറിയ ഇതിനൊക്കെ ഇപ്പോൾ നമുക്കൊരു നീരൊഴിച്ചുണ്ട് അല്ലെങ്കിൽ ചെറിയ ചുമ, ഇപ്പോൾ ഡോക്ടറെ കാണേണ്ട കാര്യമൊന്നുമില്ല. അത് ഫാർമസി ചെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ മരുന്ന് തരും. അത് കഴിച്ച ഒരു പീരീഡിൽ അത് മാറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യമുള്ളൂ. മരുന്നുകളോടുള്ള അമിത ഇത് പലർക്കും അതില്ല. ഞാൻ ഒരു സുദീർഘമായൊരു കാലഘട്ടം മരുന്നുകൾ ഉണ്ടാക്കുകയും അത് ടെസ്റ്റ് ചെയ്യും, മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കുകയും ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് അതിൻ്റെ അകത്തുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളത് കഴിക്കാൻ കഴിയുന്നതും മടിക്കും. കാരണം എല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സും കൂടുതലോ കുറവായിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളത് മടിക്കും. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു ഡോൾ എടുത്ത് വായിലിട്ടു. അതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊന്നും അത്രയധികം ചിന്തിച്ചിട്ടല്ല, നമ്മൾ തന്നെ അങ്ങ് ചികിത്സിക്കണം. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ. പിന്നെ അത് മാറിയില്ലെങ്കിലാണല്ലോ ഡോക്ടറെ അടുത്ത് പോണത്. അപ്പോൾ അത് ഇവിടെ മരുന്നിൻ്റെ ഉപയോഗം ഇവിടെ നിന്നാണ് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഉള്ളത്. അപ്പം സ്വിറ്റ്സർലൻഡിനെ പറ്റി ഇത്രയും വിശദമായ വിവരങ്ങൾ വിശേഷങ്ങൾ ഒക്കെ പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു.